ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഈ ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് കുടുംബം അല്ലെങ്കിൽ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു ഫസ്റ്റ് വീഡിയോ ആയിരിക്കും. ആൻഡ് ഇതെൻ്റെ ഇൻട്രോ വീഡിയോ കൂടിയാണ്. സോ ഇപ്പോൾ എന്നെ അറിയാൻ പാടില്ലാത്തവർക്ക്, അതായത് എന്നെ കുറേ പേർക്ക് അറിയത്തില്ല. സോ ഞാൻ ഈ ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ എൻ്റെ പേര് അമൃത. അപ്പോൾ ഞാൻ ബേസിക്കലി ഐ എം ഫ്രം കൊച്ചിൻ. പക്ഷെ ഞാനിപ്പോൾ നിലവിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോളണ്ടിലേക്കൊരു 3 years ബാക്ക് ഞാൻ പോളണ്ടിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് പോളണ്ടിലാണ്. പിന്നെ ഞാൻ പോളണ്ടിൽ ഇപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വർക്ക് ചെയ്യാണ്. ഞാൻ ആക്ച്വലി ഇവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ വന്നതാണ്. മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജോബ് കിട്ടി. മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് വേറൊരു ഫുൾ ടൈം ഒരു നല്ലൊരു ജോബ് കിട്ടി. അതായത് നമ്മൾ മറ്റേ ഡ്രീം ജോബ് എന്ന് പറയുന്നത് അതുപോലൊരു സാധനം കിട്ടി, നല്ലൊരു കമ്പനിയിൽ. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുകയാണ്. പ്രോക്ടർ ആൻഡ് ഗാംബിളിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഞാനവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു സപ്ലൈ ചെയിനിൽ പ്ലാനിങ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സപ്ലൈ ചെയിനായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ഇത് ചിലപ്പോൾ ഭയങ്കര, അതായത് അറിയാത്തൊരു സംഭവമായിരിക്കും ഇതെന്താണ്. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകണില്ല, കാരണം ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി ഞാൻ ചെയ്തൊരു വീഡിയോ പോലെ ചെയ്യും. സോ ഇപ്പോൾ അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ ആർക്കെങ്കിലും കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ ഞാൻ എവിടെ പറഞ്ഞെടുത്തേ, ഓക്കെ, സപ്ലൈ ചെയിൻ. അപ്പോൾ ഞാൻ അതാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ഇൻട്രോ ആണ്. യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാനിടാൻ പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആയിരിക്കും. പിന്നെ അതായത് എൻ്റെ കുറേ നാളായിട്ട്, അതായത് ചെറുതിലെ ഒരു മേ ബി ഒരു 18 years ഒക്കെ ഉള്ളപ്പോൾ തൊട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പോഴാണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും എപ്പോഴും ചിന്തിക്കുമായിരുന്നു. പക്ഷേ എന്താ പറയുക, അത് തുടങ്ങിയിട്ടില്ല. അത് ഇപ്പോഴും തുടങ്ങില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീഡിയോ ചിലപ്പോൾ ഇടാതിരിക്കാം. ഇട്ടാൽ ഓക്കെ, ഞാനിനി എൻ്റെ യൂട്യൂബ് ജേർണി ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്ക് ഈ വീഡിയോ എടുക്കാനുള്ള കറേജ് പോലെ ഈ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കറേജ് കിട്ടിക്കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും. അപ്പോൾ കറേജ് കിട്ടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹോപ്സ് അപ്പ് ഹൈ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റീലൊക്കേഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ ജോബ് ഹണ്ടിങ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക, ഇങ്ങനത്തെ കുറേ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിട്ടുപോയി. അല്ലെങ്കിൽ എന്താ പറയുക, സമയം കിട്ടാതെ പോയി, അല്ലെങ്കിൽ അതിൽ നിന്നൊരു ടച്ച് വിട്ടുപോയി. പക്ഷെ എന്നാലും ഇത് എപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. അതായത് എനിക്കിങ്ങനെ ഒരു സാധനം ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴും ഞാനത് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴെങ്കിലും, അതായത് എനിക്ക് വീഡിയോ ഇടണം എന്ന ആഗ്രഹത്തോടെ ഇപ്പോഴെങ്കിലും, അതായത് ഇപ്പം ചെയ്തില്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ്, അതായത് ഇപ്പോൾ ഞാൻ വ്ളോഗർക്ക് ഇട്ട് എൻ്റെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻ മാർക്സ് ഉണ്ടാവും. അതായത് എന്നെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, എൻ്റെ വ്ളോഗ്സ് ആരെങ്കിലും കാണുമോ, ആരെങ്കിലും കണ്ടാലും എന്താ പറയുക, ഇനി എനിക്ക് ലൈക്കിന് വരെ കുറേ ഡിസ്ലൈക്ക് വരുമോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഡീമോട്ടിവേഷൻ ആവുമല്ലോ. അപ്പോൾ പക്ഷെ എന്നാലും ഓക്കെ, പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ ഞാനത് ഓർത്ത് ട്രൈ പോലും ചെയ്തില്ലല്ലോ എന്ന് നമുക്ക് മനസ്സിൽ വിചാരിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇപ്രാവശ്യം ഓക്കെ ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയെടുക്കുന്നത്. സോ അപ്പോൾ ഇനി എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് വ്ളോഗ്സ്. എനിക്ക് ഫുഡ് വ്ളോഗ്സ് ചെയ്യാനായിട്ട് കുറേ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. നമ്മൾ കൊച്ചിയിലായിരുന്നെങ്കിൽ ഒത്തിരി ഫുഡ് വ്ളോഗ്സ് നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ആവുമ്പോൾ ലിമിറ്റഡ് ആണ്. നാട്ടിലെ ഫുഡൊന്നും ഇവിടെ അത്രയില്ല. പക്ഷെ എന്നാൽ പോലും പോളിഷ് ഫുഡുകളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടൻറ്റൊക്കെ ആയിട്ട് വരാം. അത് കൈൻഡ് ഓഫ് കണ്ടൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ട്രാവൽ വ്ളോഗ് എനിക്ക് ഇടാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ചില സമയം എന്താ പറയുക, ഇപ്പം ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ ട്രാവൽ വ്ളോഗ് എടുത്തു തുടങ്ങും. പക്ഷേ അതിൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ എവിടെയെങ്കിലും വെച്ചൊക്കെ എനർജി പോകുന്നു,
അപ്പം അത് എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തുടർന്നെടുക്കാനായിട്ടുള്ള എനർജി ഇല്ല. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതായത് പാഷനേറ്റായിട്ട് കുറച്ചുകൂടെ ഒരു സാധനം തുടങ്ങിയാൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ എടുക്കണം വീഡിയോസ്. സോ അങ്ങനെ ട്രാവൽ വ്ളോഗ്സ് എനിക്ക് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് ലേറ്റർ ഓൺ നമ്മൾ കുറേ വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് യൂട്യൂബിൽ വന്ന് കാണാൻ പറ്റും. അതൊക്കെ അടിപൊളിയായിരിക്കും. അതായത് ഇത് ഒരു മെമ്മറി ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ പണ്ടിട്ടത് ഇപ്പോൾ പോയി നോക്കുമ്പോൾ ലൈക്ക് എന്ത് രസമാണ് നമ്മൾ നോക്കിക്കില്ല. അപ്പോൾ അതുപോലെ ഈ യൂട്യൂബിൽ ഇതൊരു മെമ്മറി ആയിരിക്കുള്ളൂ. 10 വർഷമൊക്കെ കഴിഞ്ഞ് ഇറ്റ് വിൽ ബി ലൈക്ക് ഗ്രേറ്റ്. പിന്നെ ഇടയ്ക്ക് മേ ബി കുറച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എനിക്കിഷ്ടമുണ്ട്. കൈൻഡ് ഓഫ് ഡെയിലി അല്ലെങ്കിൽ വർക്കിന് പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ലൈക്ക് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്, അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് എനിക്കിഷ്ടമുണ്ട്. ഗൈസ്, ഒരു ഐഡിയ ഉണ്ട്. അതായത് നമുക്ക് ഒരു കുഞ്ഞ് റിയാക്ഷൻ വീഡിയോ പോലെ ഷൂട്ട് ചെയ്യാം. അതായത് ഞാൻ പോയിട്ട് എൻ്റെ ഹരിയോട്, അതായത് ബോയ് ഫ്രണ്ടാണ് ഹരി, അപ്പോൾ നെക്സ്റ്റ് ഇയർ ഞങ്ങളുടെ കല്യാണമാണ്, അതൊക്കെ വരട്ടെ. അപ്പോൾ അതൊക്കെ നോക്കട്ടെ, അത് പിന്നെ പറയാം നമുക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ബോയ് ഫ്രണ്ടിനോട് പോയിട്ട് നമ്മൾ പറയും, എന്താ പറയുക, യൂട്യൂബ് ചാനൽ ശരിക്കും തുടങ്ങാൻ പോവാണ്, വീഡിയോ ഓൾറെഡി ഉണ്ടാക്കി, വീഡിയോ എന്താ പറയുക സെറ്റാണ്, ഇതാണ് യൂട്യൂബ് ചാനൽ എന്നൊക്കെ ചുമ്മാ വേണമെങ്കിൽ നമുക്ക് ഒരു ചാനലിൻ്റെ പേര് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു നോക്കാം. എന്നിട്ട് എന്താ പറയുക, ശരിക്കും വീഡിയോ എടുത്തു എന്നുള്ള നിലയിൽ പോയിട്ട് ഞാൻ പറയാൻ പോകുകയാണ്. അപ്പോൾ റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഏത് നേരം എപ്പോഴും എല്ലാ ആഴ്ചയും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പണ്ട് മുതലേ പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണെങ്കിലും കോമഡി ആണെന്ന് പറയണ പോലെ ചിലപ്പോൾ അങ്ങനെ എടുക്കും. അപ്പോൾ നമുക്ക് റിയാക്ഷൻ എന്താണെന്ന് കാണാം. ശരിക്കും ഞാനൊരു യൂട്യൂബ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അറിയുമ്പോൾ ഓക്കെ, നമുക്ക് റിയാക്ഷൻ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഞാൻ ഹരിയും കൂടെ പുറത്ത് പോവും. അപ്പം ഞാൻ പറയാം, എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, ബൈ ഗൈസ്. ഹരി നിൽപ്പുണ്ട്, നമുക്ക് ചോദിക്കോ. ഹരി, ഞാൻ പറയട്ടെ, ഞാൻ സത്യം പറയട്ടെ, നമ്മൾ ശരിക്കും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ പറയല്ലേ, ഇത് ശരിക്കാണ്. എന്താണ് ശരിക്കും ഞാൻ ഇത് പോസ്റ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങും. അഭിപ്രായം പറ. പേരിടല്ലേ, പേര് നമുക്ക് ആലോചിക്കാം. പേര് നമ്മൾ ആലോചിച്ചെടുക്കുമല്ലോ, ഇങ്ങനെ പുച്ഛിക്കാതെ. എന്നാലും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ടോ ഇങ്ങനെയൊക്കെ പിടിച്ച്? ഇല്ലല്ലോ. ആ, അപ്പൊ അതിനർത്ഥം എന്താ, ഞാൻ എന്തായാലും ഇടുന്നല്ലേ. നല്ല അഭിപ്രായം. ആദ്യം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് പറ, ഞാൻ കാണട്ടെ. അപ്പൊ നമ്മുടെ കൂടെ നിക്കോ വീഡിയോ ഒക്കെ ചെയ്യുമ്പോ? ചേട്ടൻ നമ്മുടെ കൂടെ നിക്കുമോ? ഹരിച്ചേട്ടാ നിക്കോ? അതൊക്കെ നിക്കും. നീ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്താ മതി. വേണവനേട്ടാ, ഞാൻ വീഡിയോ എടുക്കണ ഇങ്ങനെ നേരെ അപ്ലോഡ് ചെയ്യാണെങ്കിലല്ലേ. അപ്ലോഡ് ചെയ്യൂലോ, നമ്മളത് ചെയ്യും. ഗൈസ്, ഞാൻ ശരിക്കും പറഞ്ഞ പോലെ ഞാൻ വീഡിയോ എടുക്കണേട്ടാ, ഞാൻ ഇടാൻ വേണ്ടിയാണ് ഇതൊക്കെ എടുക്കണം. ഞാൻ ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു പാർക്കിലാണ് ഗൈസ്. നല്ല മനോഹരമല്ലേ? ഇതൊക്കെ ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യണേട്ടാ.